നമസ്കാരം. മിഥുനം രാശിക്കാരുടെ 2025 സമ്പൂർണമായ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ പുതുവർഷത്തിൽ വന്നു ചേരാം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം അവസാന പാതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ പുതുവർഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. എന്നാൽ ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായ വീഡിയോ, അതായത് ഓരോ നക്ഷത്രത്തിന്റെയും സമ്പൂർണ്ണ പുതുവർഷ ഫലം ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. അതിനാൽ ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. രാശിക്കും രാശിനാഥനും ബലമുണ്ട് എങ്കിൽ ഈ രാശിക്കാർ വിനയവും പാണ്ഡിത്യവും കൂടുതൽ ഉള്ളവരായിരിക്കും. ഇവരുടെ മേധാശക്തി, മറ്റുള്ളവരെ നയിക്കുവാനുള്ള കഴിവ് എന്നിവ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. മിഥുനം വായുരാശി ആയതിനാൽ തന്നെ നർമ്മരസത്തോടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഇവരുടെ കഴിവ് ഇവർക്ക് ആരാധകരെ നേടിക്കൊടുക്കുന്നതായ സാഹചര്യമാകുന്നു. ഇവർ പറയുന്നത് കേട്ട് രസിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവരിൽ നിന്നും അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയോ എപ്പോഴും ഇവരുടെ ചുറ്റിനും സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും ആരാധകരുടെയും വിദ്യാർത്ഥികളുടെയോ ഒരു പട തന്നെ ഉണ്ടാകും എന്നതാണ് വാസ്തവം. സംഗീതം, ലളിത കലകൾ എന്നിവയിൽ താല്പര്യമുള്ള ഈ കൂട്ടർ വലിയ പ്രാസംഗികരും സാഹിത്യകാരന്മാരുമായി തിളങ്ങാറുമുണ്ട് എന്നതും വാസ്തവമാണ്. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ സഹായിക്കുന്നത് മൂലം ഇവർ മുന്നിലാണ്, അഥവാ അത്തരം കാര്യങ്ങളിൽ ഇവർ മുന്നിൽ നിൽക്കുന്നവരാകുന്നു. ഇഷ്ടവാക്കുകളെ മാത്രം സംസാരിക്കുന്ന ഇവർ നല്ല കേൾവിക്കാരും ദൈവഭക്തരും കുടുംബ സ്നേഹികളുമാണ്. ജീവിതാവസാനം വരെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവർ പല മേഖലകളിലും പാണ്ഡിത്യം നേടുന്നവരുമാകുന്നു. ലാഭേച്ഛ കൂടാതെ ഉപകാരസ്മരണ വച്ച് പുലർത്തുന്ന ഇവർക്ക് ഭാഗ്യവും വർദ്ധിക്കുന്നതാകുന്നു. വളരെ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ പരാജയം ഇവർക്ക് സംഭവിക്കില്ല എന്നതാണ് വാസ്തവം. പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ജിജ്ഞാസയും ഓർമ്മശക്തിയും പ്രായോഗിക ബുദ്ധിയും സ്വന്തമായ അഭിപ്രായങ്ങളും അത് മറ്റുള്ളവർക്ക് അംഗീകരിപ്പിക്കുവാനും ഈ കൂട്ടർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഇനി രാശിക്കും ബുധനും ബലമില്ലാത്തതായ അവസ്ഥയും പാപബന്ധവും വന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളോ സ്നേഹിതരോ നിങ്ങളുടെ നർമ്മ സംസാരത്തിൽ താല്പര്യം കാണിക്കുകയും അടുത്തു കൂടുകയും ചെയ്യും. എന്നാൽ അപവാദത്തിൽ പെടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങളുടെ സംസാര രീതി അഥവാ തുറന്നടിച്ച സംസാരം ബന്ധു വിരോധത്തിലോ സ്നേഹിതരിൽ നിന്നും അകലുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിനോ കാരണമായി തീരാം. തമാശ പറഞ്ഞാലും പരിഹസിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും നിങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യാം. ആഹാര കാര്യത്തിൽ അല്പം മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നിശ്ചയദാർഢ്യത്തോടെ ചെയ്തു തീർക്കണം. പകുതിക്ക് വെച്ച് ഒരിക്കലും നിർത്തരുത്. ലഹരി വസ്തുക്കൾ, ചൂതുകളി എന്നിവയിൽ പെടാതെ നിന്നാലേ ജീവിതം വിജയിക്കൂ എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. സ്ത്രീകൾ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാതെ സ്വന്തം കുടുംബ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. സ്വന്തം നാവ് കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രധാന തീരുമാനങ്ങൾ എല്ലാം അത് എല്ലാ വശത്തെക്കുറിച്ചും ആലോചിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. പിന്നീട് മാറ്റാൻ ഇടവരരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ചെവി കൊടുക്കുക അല്ലാതെ അവയെ അവഗണിക്കുവാൻ പാടുള്ളതല്ല. വലിയ കാര്യങ്ങളെപ്പറ്റി ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുവാൻ പാടുള്ളതല്ല. ഒരു കാര്യത്തെപ്പറ്റി പരിമിതമായ അറിവ് വച്ച് മാത്രം ആരെയും ഉപദേശിക്കുവാൻ പാടുള്ളതല്ല. ഇനി പരാമർശിക്കാനായി പോകുന്നത് 2025 വർഷത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ നില പരിശോധിക്കുകയാണ്. ഇവ പ്രകാരം മിഥുനം രാശിക്കാരുടെ ജീവിതത്തെ 2025 എന്തെല്ലാം മാറ്റങ്ങൾക്ക് കാരണമാകും അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വർഷാരംഭവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ
ഏഴിൽ നിൽക്കുന്നതായ സൂര്യൻ, ബുധൻ, ശുക്രൻ 7, 9 ഭാവത്തിൽ രാശികളിലൂടെ മുന്നോട്ട് രാശി മാറുന്നതാണ്. ശനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാർച്ച് അവസാനം വരെ 9ാം ഭാവവും ശേഷം 10ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മ സ്ഥാനത്തേക്കാണ് രാശിമാറ്റം സംഭവിക്കുന്നത്. ഇനി രാഹുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മെയ് പകുതി വരെ 10ാം ഭാവത്തിലും ശേഷം 9ാം ഭാവത്തിലേക്കും രാശി മാറുന്നതാണ്. ഇനി കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് 9 വരെ 4ാം ഭാവത്തിലും ശേഷം 3ാം ഭാവത്തിലേക്കും മാറുന്നതാണ്. ഗുരുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 12 രാശിയിലും ശേഷം ജന്മരാശിയിൽ ഒക്ടോബർ പകുതി വരെ, ശേഷം 2ാം ഭാവ രാശിയിൽ ഡിസംബർ ആദ്യവാരം വരെ കഴിഞ്ഞ് വക്രത്തിൽ ഗുരുജന്മ രാശിയിലേക്ക് മാറുന്നതുമാണ്. കുജനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വർഷാരംഭത്തിൽ ജൂൺ 6 വരെ 2ൽ ഭാവത്തിലും വക്രത്തിലും നേർചലനത്തിലുമായി 2 ജന്മരാശിയിൽ തുടരുന്നതുമാകുന്നു. ഗ്രഹനില പ്രകാരം ഓരോ വ്യക്തികൾക്കും ഇനി ഞാൻ പരാമർശിക്കുന്ന ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഓരോ നക്ഷത്രക്കാരുടെ വിശദമായ ഫലം 27 നക്ഷത്രക്കാരുടെയും വിശദമായ ഫലം മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഉദര രോഗങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. കൂടാതെ രക്തസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ശാരീരികവും മാനസികപരവുമായ ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മെയ് പകുതി മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം വന്നു ചേരും. അമിത വണ്ണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ വന്നു ചേരുകയോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുകയോ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ചെറിയ അസുഖമാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും ചികിത്സ നിങ്ങൾ നേടാതെ ഇരിക്കരുത്. പിന്നീട് എന്ന രീതിയിൽ മാറ്റി വയ്ക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. തൊഴിലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായി ഭവിക്കുന്ന സമയമാകുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വിദേശത്ത് തൊഴിൽ നോക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായ ഒരു വർഷം തന്നെയാകുന്നു. വർഷാദ്യം തന്നെ തൊഴിൽ മാറ്റം സംഭവിക്കുവാനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റം, ദൂരയാത്രകൾ, വിദേശ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. പ്രത്യേകിച്ചും വർഷാദ്യം സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാകുന്നു. തൊഴിൽപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അതിനാൽ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. എത്ര വലിയ തീരുമാനമാണ് എങ്കിൽ പോലും ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മെയ്ക്ക് ശേഷം തൊഴിലിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാം. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഉയർച്ച വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട തൊഴിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുക, തൊഴിലിൽ ഉയർച്ച നേടുക, സ്ഥാനക്കയറ്റം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം
സന്തോഷകരമായ നിമിഷങ്ങളും കുടുംബ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഒക്ടോബർ നവംബർ മാസത്തിൽ തൊഴിൽപരമായ ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ പരാധീനതകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്ത് ബിസിനസ് ഉള്ളവർക്ക് ആദ്യ പകുതി വലിയ നേട്ടങ്ങൾക്ക് തന്നെ കാരണമായി തീരും. വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. ബിസിനസ് പരമായി നിങ്ങൾക്ക് ചിലവ് അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പലവിധ തർക്കങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ആ തർക്കങ്ങൾ പലതും പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വർഷാവസാനത്തോടെ നേട്ടങ്ങൾ ബിസിനസ് പരമായി നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിപുലീകരിക്കുവാനും മെയ്ക്ക് ശേഷം കൂടുതൽ ശുഭകരമായി തീരും. അഥവാ ഗുണം ഏറുന്നതായ ഒരു മാസം തന്നെയാണ് ഇത്. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉയർച്ച നേടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം കൂടിയായി മാറും. കൂടാതെ ആദ്യ പകുതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലം തന്നെയാണ്. മാർച്ചോടുകൂടി വലിയ നേട്ടങ്ങൾ തന്നെ പഠിക്കുന്നവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ആദ്യ പകുതി സ്വദേശത്ത് പഠിക്കുന്നവർക്ക് ഏകാഗ്രത കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അവസാന പകുതിയിൽ വലിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ വിദ്യയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാണ്. ധനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ആദ്യ പകുതി വർഷത്തിന്റെ ആദ്യ പകുതി ചെലവ് അല്പം വർദ്ധിക്കാം. ക്രമാതീതമായി തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ വന്നു ചേരാം. ആദ്യ പകുതി ചെലവ് കൂടുമ്പോൾ അവസാന പകുതി ആകുമ്പോഴേക്കും വരവ് അല്പം കൂടി വർദ്ധിക്കാം. എന്നിരുന്നാലും ചെലവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം വന്നു ചേരുന്നതായ അവസരങ്ങൾ, സാഹചര്യങ്ങൾ അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാം വിവാഹം, അതായത് രണ്ടാം വിവാഹത്തിനായുള്ള കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ വിവാഹം ആലോചിക്കുന്നവരാണ് എങ്കിൽ വർഷത്തിന്റെ അവസാന പകുതി വിവാഹാലോചനകൾ വന്നു ചേരുകയും ആ സമയം നിങ്ങൾക്ക് കൂടുതലായും വിവാഹം നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു. അവസാന പകുതി പ്രണയ വിവാഹ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആദ്യ പകുതി വിവാഹിതർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടുതൽ ശ്രദ്ധ പുലർത്തി പോകേണ്ടതായ ഒരു സമയം തന്നെയാണ് ഇത്. മാറി നിൽക്കുകയാണ് എങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും. വളരെയധികം പുലർത്തേണ്ടതായ സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സംസാരം വളരെ വളരെ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ ബന്ധുക്കൾ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറാം. പ്രത്യേകം ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഈ സമയം ഉള്ളത്. കൂടാതെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും സംസാര കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. സുഹൃത്ത് ബന്ധം പോലും നഷ്ടപ്പെടാം.